ഇവിടെ BJPയുടെ പരാജയം ഉറപ്പാക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൃപാകടാക്ഷം കൊണ്ടാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടി BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നത് വഴി തിരുവനന്തപുരം വികസന രംഗത്ത് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്നുള്ള നിലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം തിരുവനന്തപുരത്തിന് ഉണ്ടാകേണ്ട വൻ വികസനമാണ് ഈ രാഷ്ട്രീയ ചൂതാട്ടത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നതിലൂടെ നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ കേരളത്തിൽ വികസന രംഗത്ത് ഇനിയും പിന്നോക്കാവസ്ഥയിലാക്കാനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി രാഷ്ട്രീയ അന്ധതയുടെ പേരിൽ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു, കേരളത്തിന് മൊത്തം താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ ദല്ലാൽ പണി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. തീർച്ചയായും ജനങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ജോലി ജനങ്ങൾ തിരിച്ചറിയും. ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, തൃശ്ശൂരിലും CPI മത്സരിക്കുന്നത്, അവിടെയും ഇത് ആവർത്തിക്കും. മാവേലിക്കരയിലും ഇത് ആവർത്തിക്കും. മാത്രമല്ല, CPMന് CPIയേക്കാൾ വിധേയത്വം കോൺഗ്രസിനോടാണ്, രാഹുൽ ഗാന്ധിയോടാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോടുള്ള വിധേയത്വം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? അത് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും. ആനി രാജ അവർക്കൊരു വിഷയമാവില്ല, ഒരു തടസ്സമാവില്ല. പക്ഷേ ഏതായാലും NDA ഈ തെരഞ്ഞെടുപ്പിൽ ഈ അവിശുദ്ധ ഡീലുണ്ടല്ലോ, ഈ ഡീലിനെ മറികടന്നുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി വികസനം ആഗ്രഹിക്കുന്ന, ജനക്ഷേമം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ സഹായത്തോടുകൂടി, സഹകരണത്തോടുകൂടി ഞങ്ങൾ ഈ വെല്ലുവിളി അതിജീവിക്കും. BJP NDA വൻ വിജയം, അത്ഭുതകരമായ വിജയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. ഞങ്ങളുടെ പ്രതീക്ഷ അതാണ്, ഞങ്ങളുടെ പ്രത്യാശ അതാണ്. അപ്പം ഞാൻ ചോദിക്കാം, തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ഈ വികസനവും എല്ലാം നഷ്ടപ്പെട്ടു പോയത് ഈ മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കുന്ന രാഷ്ട്രീയ വഞ്ചനയാണ്. ഈ വഞ്ചനയിൽ അല്ലെങ്കിൽ ഇവർ നടത്തിയ ചവിട്ട് നാടകത്തിൽ ചതഞ്ഞറിഞ്ഞു പോയത് ഈ തിരുവനന്തപുരത്തിലെ ജനങ്ങളുടെ, കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ വികസനവും ജനക്ഷേമവുമാണ്. അവരെ ഭാവിയാണ് ചതഞ്ഞറിഞ്ഞു പോയത്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഇതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. ഈ നമ്മുടെ പൗരത്വ നിയമ ഭേദഗതിയും അതുപോലെ മണിപ്പൂരൊന്നും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചിലവാകാൻ പോകുന്നില്ല. മാത്രമല്ല, ഇവരുടെ പ്രചരണത്തെ ഏത് രീതിയിലാണ് ക്രൈസ്തവ സമൂഹം കാണുന്നത് എന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പൗരത്വ നിയമ ഭേദഗതികളുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്താ? മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുസ്ലിം സമൂഹം അവർ അരക്ഷിതാവസ്ഥയിലാണ്. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ 2ാം തരം പൗരന്മാരാണ്. അവരുടെ പൗരത്വം റദ്ദ് ചെയ്ത് പാകിസ്ഥാനിലേക്ക് അയക്കുന്നു. ഞാൻ മുഖ്യമന്ത്രിയോട് വളരെ വെല്ലുവിളിക്കുക, ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിം അവരുടെ പൗരത്വം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി വ്യക്തമാക്കണം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മുസ്ലിം വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ കരുതുന്നത് മുസ്ലിം സമൂഹം ഇത് മനസ്സിലാക്കുന്നുള്ളതാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഞങ്ങൾ ക്രൈസ്തവ സമൂഹവുമായിട്ട് അവർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിചാരം എന്താ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇനി കഴിഞ്ഞ തവണ ഈ മുൻപൊക്കെ ഈ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും പല പ്രചരണങ്ങളും വിജയിച്ചിട്ടുണ്ട്. ഇനി അതൊന്നും കേരളത്തിൽ ചിലവാകാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് നിങ്ങൾക്ക് ജൂൺ 4-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ മനസ്സിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥിയാണ് താങ്കൾ സമ്മതിച്ചല്ലോ. അപ്പോൾ വിജയസാധ്യത വർദ്ധിച്ചു വരുന്ന സമയത്തുള്ള പ്രവർത്തനമാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പറഞ്ഞത്. ഇതുപോലുള്ള പലതും വരും. വേണമെങ്കിൽ
അനിൽ ആൻ്റണി ഒരു സ്ത്രീയാണെന്ന് പോലും പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്. BJPയുടെ NDAയുടെ വിജയസാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള പല പ്രചരണങ്ങളും വരും. ഞാൻ പറഞ്ഞല്ലോ, ഇനി അതൊന്നും കേരളത്തിലെ വോട്ടർമാർ ചെവിക്കൊള്ളാൻ വേണ്ടി പോകുന്നില്ല. അവരുടെ മുന്നിൽ പച്ചയായ യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥ, ഇവിടുത്തെ യുവാക്കന്മാരുടെ തൊഴിലില്ലായ്മ. അല്ല, താങ്കൾ സൂചിപ്പിച്ചാലും വിജയസാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയുടെ പേരിൽ ഇത്തരമൊരു ആരോപണം വരുന്നത് അപകടം ചെയ്യില്ലെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇതാര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത്, അടുക്കുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിനോട് അടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള പലതും വരും. ഇതൊന്നും നടപ്പാകാൻ വേണ്ടി പോകുന്നില്ല. ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നമ്മുടെ നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണം, അതുകൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിട്ട നേട്ടം, ആ ജനക്ഷേമ പദ്ധതികൾക്കിടെ ഗുണഭോക്താക്കളായി മാറിയവരുടെ ജീവന നിലവാരം മെച്ചപ്പെട്ടത്, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അല്ല, ഇതുപോലത്തെ ആരോപണം ആർക്കാ ഉന്നയിക്കാൻ സാധിക്കാത്തത്? എനിക്ക് ആ ആരോപണം ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ പ്രതിരോധ മന്ത്രിയായ സമയത്ത് മകൻ കോഴ വാങ്ങിയെന്നാ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതാണോ? എനിക്കറിയില്ല. താങ്കൾ ഉദ്ദേശിച്ചൊന്നും ആ ആരോപണം ഞാൻ കേട്ടിട്ടില്ല. അതെ, ഇത് ആര് പറഞ്ഞതാ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന. എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അനിലാൻ്റെ ഇത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരിശോധിക്കണം എന്ന് പറയും ചില സമയം. നിങ്ങൾ അയാളൊരു സ്ത്രീയാണ്, അതിൽ സംശയമുണ്ട് അദ്ദേഹത്തിന്, അങ്ങനെ വന്നേക്കാം. അല്ല, കോൺഗ്രസിൻ്റെ പരാതിയാണ്. കോൺഗ്രസ്സിന് പല പരാതികളുണ്ട്, പല പരിഭവങ്ങളുണ്ട്. അതൊക്കെ ഉറപ്പല്ലേ. IND സഖ്യം, അതെ, അത് പരിശോധിക്കട്ടെ. IND സഖ്യത്തിൻ്റെ സംയുക്തമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് താങ്കൾ സൂചിപ്പിച്ചത്. നന്നായി പറഞ്ഞത്. എങ്ങനെയാണ് IND സഖ്യം BJPക്ക് NDക്ക് നീങ്ങുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണത്. അത് അന്വേഷിക്കുന്നുണ്ടല്ലോ. അല്ല, അത് അന്വേഷിക്കട്ടെ. അവരെ നിജസ്ഥിതി കണ്ടെത്തട്ടെ. പ്രധാനമന്ത്രി 15-ാം തീയതി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ബാക്കി അതിൻ്റെ സ്ഥലം, സമയത്തെ സംബന്ധിച്ച് പിന്നീട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കും. അതിനകത്ത് സമയത്തിൻ്റെ കാര്യത്തിൽ, സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ചില കൺഫർമേഷൻ വരാനുണ്ട്. തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് തിരുവനന്തപുരത്തുമുണ്ട്. പക്ഷേ അതിൻ്റെ സ്ഥലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് വ്യക്തമാക്കും. അതുകൊണ്ട് ഒന്നുകൂടി ഞങ്ങൾ മുഖ്യമന്ത്രിയോടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന, അദ്ദേഹം ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന വ്യാജേനയാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി പ്രചരണം നടത്തുന്നത്. ശരിക്കും അദ്ദേഹം ഇടതുമുന്നണിയുടെ പ്രചാരകൻ അല്ലെങ്കിൽ പ്രചാരകൻ എന്നുള്ളതിനേക്കാൾ പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രചാരകൻ എന്നുള്ളതാണ്.